പ്രിയപ്പെട്ടവർ, സ്കാൻഡിനേവിയൻ യാത്രയിൽ കോപ്പൻഹേഗനിലെ വിശേഷങ്ങളുമായി നാടോടി കാഴ്ചകളിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നാരായണൻ കൊണ്ടമ. ഡെൻമാർക്കിൻ്റെ തലസ്ഥാനമായ കോപ്പൻഹേഗിൽ ലേൻസ്ലേനി പാർക്കിനടുത്തുള്ള ലിറ്റിൽ മെർമെയ്ഡ് എന്ന പ്രതിമയാണിത്. ഡെൻമാർക്കിലെ പ്രശസ്ത സാഹിത്യകാരനായ ഹാൻസ് ക്രിസ്റ്റ്യൻ ആൻഡേഴ്സിൻ്റെ ലിറ്റിൽ മെർമെയ്ഡ് എന്ന കഥയിലെ കഥാപാത്രത്തെ ആസ്പദമാക്കി എഡ്വാർഡ് എറിക്സൺ എന്നയാളാണ് 1915 ഈ വെങ്കല പ്രതിമ സ്ഥാപിച്ചത്. അന്നു മുതൽ അനവധി വിനോദസഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രമായി ഇത് മാറി. ഇതിനരികത്ത് തന്നെയുള്ള ഇവ ഹൈറ്റ്ഫെൽഡറ്റ് സ്തംഭമാണിത്. ഇതിനടുത്ത് തന്നെയാണ് 19-ാം നൂറ്റാണ്ടിൽ പണിത ഈ കാണുന്ന സെൻറ്റ് ആൽബൻസ് ആംഗ്ലിക്കൻ പള്ളിയും കെഫൻ ഫൗണ്ടൻ സ്ഥിതി ചെയ്യുന്നത്. ഡാനിഷ് രാജകുടുംബത്തിൻ്റെ ഔദ്യോഗിക വസതിയായ അമലിയൻബർഗ് കൊട്ടാരമാണ് ഈ കാണുന്നത്. അമലിയൻബർഗ് കൊട്ടാരത്തിനടുത്തുള്ള പ്രശസ്തമായ ഫ്രെഡറിക്സ് പള്ളിയാണിത്. മാർബിൾ പള്ളി എന്നും ഇതറിയപ്പെടുന്നു. ഇത് 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്ത് പണിയെടുപ്പിച്ച മനോഹരമായ കോളിൻ ഹൗസ്. ഇത് 17-ാം നൂറ്റാണ്ടിൽ പണിത റോസൻബോർഗ് കൊട്ടാരം. പട്ടാളക്കാർ ഇപ്പോഴും ഈ കൊട്ടാരത്തിന് കാവൽ നിൽക്കുന്നു. ഈ കൊട്ടാരത്തിൻ്റെ ഒരു ഭാഗം മ്യൂസിയമാക്കി മാറ്റിയിരിക്കുന്നു. ഡാനിഷ് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന സാധന സാമഗ്രികൾ സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെയാണ്. നമുക്കതൊന്ന് കാണാം. ഡാനിഷ് രാജാക്കന്മാർ ഉപയോഗിച്ച കിരീടമാണ് ഈ കാണുന്നത്. 1755 പണികഴിപ്പിച്ച ഡാൻഗൾട്ടെ 5 സ്റ്റാർ ഹോട്ടലാണിത്. യൂറോപ്പിലെ തന്നെ ഏറ്റവും നല്ല ആഡംബര ഹോട്ടലുകളിലൊന്നായി ഇതിനെ കണക്കാക്കുന്നു. റോഡും റെയിലും ഒന്നിച്ചുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പാലമായ ഓറസൻസ് പാലമാണ് ഇത്. ഓറസൻസ് കടലിടുക്കിന് കുറുകെ 8 കിലോമീറ്റർ നീളമുള്ള ഈ പാലം ഡെൻമാർക്കിലെ കോപ്പൻഹേഗനെയും സ്വീഡനിലെ മെമ്മയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.